الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له جل عن الشبيه والمثير والكفر والنظير وأشهد أن محمدا عبده ورسوله وصفيه وخليله وأمينه على وحيه أرسله ربه رحمة للعالمين وحجة على العباد أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനമുള്ള സദ്വിശ്വാസികളെ ജീവിതത്തിൻ്റെ വികല മേഖലകളിലും പരിശുദ്ധ ഖുർആനും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും കൃത്യമായി ശ്രദ്ധിച്ച് യഥാർത്ഥ വിശ്വാസികളായി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. റഹ്മാനായ അല്ലാഹു നമുക്കെല്ലാവർക്കും ഖുർആനും സുന്നത്തും അനുസരിച്ച് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാന സ്വഭാവ രീതികളെയും ഒക്കെ ചിട്ടപ്പെടുത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറത്തൻ വബാത്തിന. ബാഹ്യവും ആന്തരികവുമായ അനേകം നിഅമത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിട്ടുണ്ട്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു. നിങ്ങൾ ചോദിച്ചതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് നൽകി. വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധാരാളം നിഅമത്തുകൾ ലഭിച്ച ആളുകളാണ് നമ്മളൊക്കെ. ഈ നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട നിഅമത്ത് അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകിയതാണ്. ഹിദായത്തിനെ കപിച്ചു വെക്കുന്ന ഒരു നിയമത്തില്ല. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 17 തവണ നിർബന്ധമായി നാം അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ. ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്ന് നമ്മൾ ദുആ ചെയ്യാം. ഹിദായത്ത് ലഭിച്ച ആളുകൾ ഇഹ്ദിന എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ നൽകിയ ഹിദായത്തിൽ ഞങ്ങളെ നിലനിർത്തണേ. ഈ നേരായ മാർഗം ആരുടെ മാർഗമാണ് എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ട്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, നിന്റെ കോപത്തിന്റെ വിധേയരല്ലാത്ത വഴി പിഴച്ചിട്ടില്ലാത്ത ആളുകളെ മാർഗം.
സ്വാഭാവികമായി ഒരു ചോദ്യം വരും, ആ മാർഗം ഏതാണ്? അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം ഏതാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരാണ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ആ കിതാബ് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ആ കിതാബ് മാർഗദർശനം. അപ്പൊ 17 തവണ അല്ലാഹുവേ മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ അർത്ഥം അല്ലാഹുവേ പരിശുദ്ധ ഖുർആനിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന്. കാരണം ഖുർആൻ അതാണ് മാർഗദർശനം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഖുർആൻ ശുഭവാർത്ത നൽകുന്നു. അപ്പൊ ഖുർആൻ നേരായ മാർഗത്തിലേക്ക് നയിക്കും. അതാണ് മുസ്തഖീമായ മാർഗം. അല്ലാഹുവേ മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് ഞങ്ങളെ നയിക്കണേ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله. അല്ലാഹു ഏറ്റവും നല്ല വർത്തമാനം പറക്കി. കിതാബൻ മുതശാബിയും പരസ്പരം ചേർച്ചയുള്ള വചനങ്ങൾക്കിടയിൽ ആവർത്തനമുള്ള റബ്ബിനെ പേടിക്കുന്ന ആളുകളെ രോമം ഇങ്ങനെ രോമാഞ്ചമണി രോമാഞ്ചമണി. പിന്നെ അവരുടെ ചർമ്മങ്ങൾ, അവരുടെ മനസ്സുകൾ നോക്കി അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് ഭാഗപ്പെട്ടു വരും. എന്നിട്ട് അല്ലാഹു പറയാ ذَلِكَ هُدَى اللَّهِ. അത് അല്ലാഹുവിന്റെ ഹുദയാണ്, മാർഗദർശനമാണ്. യഹ്ദീ ബിഹി മൻ യശാ. അല്ലാഹു ഉദ്ധരിക്കുന്ന ആളുകളെ ആ ഖുർആനിലൂടെ അല്ലാഹു നേരെയാക്കും. ومن يضلل الله فما له من هاد. അല്ലാഹു അവനെ ദുർമാർഗത്തിലാക്കിയ പിന്നെ അവനെ നേരാക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇപ്പൊ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നേരായ മാർഗം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗമാണ് നേരായ മാർഗം. ആ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന മാർഗം. ആ മാർഗത്തിലേക്ക് നയിക്കണേ എന്നാണ് ദൈനംദിനം നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താൻ നമ്മളൊക്കെ പരിശ്രമിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ ധാരാളമായി ഖുർആൻ നമ്മൾ പാരായണം ചെയ്തു. ധാരാളം ഖുർആൻ ക്ലാസ്സുകൾ നമ്മൾ കേട്ടു, തഫ്സീറുകൾ വായിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള ആളുകൾ മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിച്ച ആളുകളാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ 3 സംഗതിയാണ്. ഒന്ന്, ഖുർആൻ പാരായണം പഠിക്കണം. രണ്ടാമത്തത് ഖുർആനിന്റെ ഹിഫ്ള് പഠിക്കണം. മൂന്നാമത്തെ ഖുർആന്റെ ആശയം പഠിക്കണം. ഇത് 3 കേവലം ഖുർആൻ പാരായണം പഠിക്കലല്ല, അതെല്ലാവരും പഠിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ ഉത്കൃഷ്ടനാവണമെങ്കിൽ 3 കാര്യങ്ങളും വേണം. ഖുർആൻ ഓതാൻ അറിയണം, ഖുർആൻ മനഃപ്പാഠമാക്കണം, ഖുർആന്റെ ആശയം പഠിക്കണം. എന്നിട്ട് വഅല്ലമഹു, ഖുർആൻ ഓതാൻ ജനങ്ങളെ പഠിപ്പിക്കണം, ഖുർആൻ ജനങ്ങളെ ഹിഫ്ള് പഠിപ്പിക്കണം, ഖുർആനിന്റെ ആശയം ജനങ്ങളെ പഠിപ്പിക്കണം. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയാം, പ്രവാചകന്മാരെല്ലാവരും എടുത്ത പണികളാണ്. അല്ലാഹുവിന്റെ വചനങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിച്ചു. ആ വചനങ്ങൾ ഉമ്മത്തിനെ കൊണ്ട് ഹിഫ്ള് ചെയ്യിപ്പിച്ചു. ആ വചനങ്ങളുടെ ആശയം ഉമ്മത്തിനെ പ്രവാചകന്മാരെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഖുർആനുമായി നമ്മൾ ധാരാളം ബന്ധപ്പെടാം. ആ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി ത്വയ്യിബീൻ ത്വാഹിരീൻ വഅസ്ഹാബിഹിൽ ഗുർരിൽ മയാമീൻ واتصلت عين بنظر ووعت وضر بخبر وسلم تسليما كثيرا. أوصيكم عباد الله ثانيا بتقوى الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് ഇഖ്ലാസ്. നമുക്കറിയാം, ഒരു അമൽ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന അമൽ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം എന്ന് കരുതുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. നിയ്യത്ത് നമുക്കറിയാം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉദു കൊടുക്കുമ്പോൾ നിയ്യത്തുക എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുന്നതിൻ്റെ മുമ്പ് ആ കർമ്മത്തിൽ ഞാൻ പ്രകടിപ്പിക്കുന്നുവെന്ന മനസ്സിലെ കരുത്ത്, അതാണ് നിയ്യത്ത്. എന്നാൽ ആ കർമ്മം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം എന്ന കരുത്താണ് ഇഖ്ലാസ്. നിയ്യത്ത് വേണം, ഇഖ്ലാസും വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹു കബൂലാകും. ഏത് അമലാണെങ്കിലും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പ്രതിഫലം കിട്ടില്ല. രണ്ടാമത്തത്, ഇഖ്ലാസോടുകൂടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് 23 കൊല്ല കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന സംഗതിയാവണം. പ്രവാചകനോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്ന നിലയിൽ, ഒരു ആരാധന എന്ന നിലയിൽ ചെയ്യുകയാണെങ്കിൽ അതൊന്നും കബൂലാക്കൂല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ കാണാം, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. നബിയെ, അങ്ങവരോട് പറയണം, കർമ്മങ്ങളാൽ ഏറ്റവും പരാജയം സംഭവിച്ച ആളുകൾ ആരാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിക്കും. പരലോകത്ത് വരുമ്പോൾ ഏറ്റവും വലിയ പരാജിതം അവരാരാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് അങ്ങ് അവരോട് ചോദിക്കണം. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഭൗതിക ലോകത്ത് അവർ ചെയ്തതൊക്കെ നല്ലതാണ്, സുഹൃത്തങ്ങളാണ് എന്ന് അവർ വിചാരിക്കുന്നത്. എന്നാൽ അവർക്ക് നിഷ്ഫലമായിപ്പോയി. അവരാണ് ഏറ്റവും വലിയ പരാജിതരുന്ന. ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവൻ പരാജയപ്പെട്ടവനാണ്. ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ഒരാൾക്ക് ജോലി ഇല്ല നിൽക്കുക, ഒരു പരാജയം. എന്നാൽ ജോലി ഉള്ളവനാണ്, അവന് ശമ്പളം കിട്ടുന്നില്ല. ഇത് ഏറ്റവും വലിയ പരാജിതനാരാ? ജോലി എടുത്തിട്ട് പണം കിട്ടാത്തവനാണ്. ഇതേ ലോകത്തിൽ ഭൗതിക ലോകത്ത് വെച്ച് ഒരു സൽക്കർമ്മം ചെയ്യാത്തവനും പരാജയപ്പെട്ടവനാണ്. എന്നാൽ അമലുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്, പരലോകത്ത് നോക്കി പോകില്ല. അവനാണ് ഏറ്റവും വലിയ പരാജിതം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അല്ലാമ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, ഇന്നമാ ഹിയ ആമ്മത്തുൻ ഫീ കുല്ലി മൻ അഅബദല്ലാഹ് അലാ ഗൈരി തരീഖത്തിൻ മർദിയ. അല്ലാഹു അവന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു മാർഗത്തിലൂടെ അല്ലാഹുവിനെ ആരാധിച്ച ആളുകൾ മുഴുവനും ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്ന. യഹ്സബു, അവൻ വിചാരിക്കുന്നത്, അന്നഹു മുസ്ലിമും, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്. വഅന്ന അമലഹു മഖ്ബൂൽ, അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമെന്ന് അവൻ വിചാരിക്കുന്നത്. എന്നാൽ വഹുവ മുഖ്തിമെന്നവന് പിഴവ് സംഭവിച്ചു പോയി. വഅന്ന അമലഹു മർദൂദ്, അവന്റെ കർമ്മങ്ങളൊക്കെ തള്ളപ്പെട്ടു പോകുന്നു. എന്താ കാരണം? ഇഖ്ലാസോടുകൂടെ കുറേ ദിക്റുകളും സലാത്തുകളും നോമ്പും നിസ്കാരവും ഒക്കെ നടത്തിയിട്ടുണ്ട്.
ചെയ്യുന്ന പണിയൊക്കെ നബി പറഞ്ഞ സംഗതി തന്നെ. ദിക്റ് ചെല്ലാൻ വേണ്ടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അറിയാത്തത്? എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞത് ഇവര് ചെയ്ത ഈ കോരുണ്ടല്ലോ, അത് റസൂലും പറയാത്തതാണ്. അപ്പം പരലോകത്ത് രക്ഷപ്പെടുമെന്ന ആഗ്രഹത്തിൽ ഇഖ്ലാസോടുകൂടെ ഏത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാവണം. എല്ലാം ഇങ്ങ് തള്ളപ്പെട്ടു പോകും. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാതെ ഒരു കർമ്മം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളപ്പെട്ടു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നു. സാധാരണ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഗാശിയ. അത് ഹദീത്തുൽ ഗാശിയ, സകലരെയും അനാവരണം ചെയ്യുന്ന മഹാവിപത്തിന്റെ വാർത്ത പ്രവാചകരെ തങ്ങൾക്ക് വന്നോ എന്ന് അന്ന് ചോദിക്കും. ലോകാവസാനത്തിന്റെ വാർത്തയെ സംബന്ധിച്ചാൽ പറയും, ചില മുഖങ്ങൾ അന്ന് വണങ്ങി പേടിച്ചരണ്ടവയായിരുന്നു. ആമിലത്തുൽ, അവർ കർമ്മങ്ങൾ ചെയ്തവരാണ്. നാസിബത്തും, തളർന്നു പോയവരാണ്. പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി അമലുകൾ ചെയ്ത് തളർന്നിട്ടുണ്ട്. ആ പാപങ്ങൾ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. അവർക്ക് മാപ്പ് കൊടുക്കുക എന്നെല്ലാം അള്ളാഹു തീരുമാനിക്കുക. ഖുർആൻ പറഞ്ഞത് ചൂടേറിയ നരകത്തിൽ അവർ വെന്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കും. തിളച്ചു മറിയുന്ന വെള്ളം അവരെ കുടിപ്പിക്കപ്പെടും. മുൾച്ചെടികൾ മാത്രമാണ് അവർക്കുള്ള ഭക്ഷണം. വിശപ്പ് മാറുകയോ ശരീരം പുള്ളിപ്പെടുകയോ ചെയ്യുകയില്ല. ഈ നരകയാതന അനുഭവിക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഭൗതിക ലോകത്ത് വെച്ച് അമലുകൾ ചെയ്ത് തളർന്നു പോയ ആളുകളാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ അത് ഗൗരവമാണ്. ചെയ്യുന്ന അമലുകൾ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചാവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. നമ്മൾ പരിശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അത് നല്ലവണ്ണം ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തിന്മയോട് മനസ്സിലായി അള്ളാഹു കാത്തിരട്ടിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുക. ഖുർആൻ സുന്നത്തിൻ്റെ ആളുകളായി നമ്മൾ ജീവിക്കുക, അതിൻ്റെ പ്രചാരകരായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.